പുതിയതായി നിർമ്മിച്ച മുണ്ടക്കയം സബ് ട്രഷറി കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ഫെബ്രുവരി 27 നടക്കും. ബസ് സ്റ്റാൻഡിനോട് ചേർന്നുള്ള സബ് ട്രഷറി കോമ്പൗണ്ടിൽ ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് നടക്കുന്ന ഉദ്ഘാടന സമ്മേളനത്തിന് പൂഞ്ഞാർ എംഎൽഎ അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ അധ്യക്ഷത വഹിക്കും. ധനകാര്യ വകുപ്പ് മന്ത്രി കെ.എൻ. ബാലഗോപാൽ പുതിയ സബ് ട്രഷറി കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിലെ കാഞ്ഞിരപ്പള്ളി താലൂക്കിൽ വരുന്ന 5 പഞ്ചായത്തുകളിലെ ജനങ്ങൾക്കുള്ള ട്രഷറി സേവനം സ്വന്തം കെട്ടിടത്തിലേക്ക് മാറുകയാണ്. മുണ്ടക്കയം സബ് ട്രഷറി 1983 സ്ഥാപിതമായതാണ്. ഏതാണ്ട് 43 വർഷമായി വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്ന മുണ്ടക്കയത്തെ സബ് ട്രഷറിക്ക് ഏറ്റവും സൗകര്യപ്രദമായ സ്ഥലത്ത് 1,88,00,000 രൂപ വിനിയോഗിച്ച് 2700 സ്ക്വയർ മീറ്റർ ചതുരശ്രയടി വിസ്തീർണത്തിൽ ശ്രദ്ധേയമായ നിലയിൽ എല്ലാ ആധുനിക സൗകര്യങ്ങളോടും കൂടി ജീവനക്കാർക്ക് ആവശ്യമായുള്ള സൗകര്യങ്ങൾ, കൗണ്ടർ, പിന്നെ സ്ട്രോങ് റൂം, മറ്റെല്ലാ അനുബന്ധ സൗകര്യങ്ങളോടും കൂടി മികച്ച ഒരു സബ് ട്രഷറി യാഥാർത്ഥ്യമായിരിക്കുകയാണ്. മുണ്ടക്കയം സബ് ട്രഷറിയുടെ ഔപചാരികമായ ഉദ്ഘാടനം 27/2/2026 വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് ബഹുമാനപ്പെട്ട സംസ്ഥാന ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ കെ.എൻ. ബാലഗോപാൽ ഓൺലൈനായി നിർവഹിക്കുകയാണ്. പ്രസ്തുത സമ്മേളനത്തിൽ പൂഞ്ഞാർ എംഎൽഎ എന്നുള്ള നിലയിൽ ഞാൻ അധ്യക്ഷം വഹിക്കും. ബഹുമാനപ്പെട്ട MP ശ്രീ ആന്റോ ആന്റണി മുഖ്യപ്രഭാഷണം നടത്തും. മറ്റ് ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ, ട്രഷറി വകുപ്പ് ഉദ്യോഗസ്ഥർ, സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ നേതാക്കന്മാർ, പെൻഷൻ സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ സമ്മേളനത്തിൽ സംബന്ധിക്കുകയും ആശംസകൾ അർപ്പിക്കുകയും ചെയ്യും. ചടങ്ങിൽ ആന്റോ ആന്റണി MP മുഖ്യ അതിഥിയായി പങ്കെടുക്കും. മുണ്ടക്കയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൂസമ്മ മാത്യു മുഖ്യ പ്രഭാഷണം നടത്തും. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ആൻസി അഗസ്റ്റിൻ, അന്നമ്മ വർഗീസ്, VN പീതാംബരൻ, ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് P. G. രാജ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം റോസമ്മ ജോൺ, ഗ്രാമപഞ്ചായത്ത് അംഗം താരാമൂബി, MG രാജു, സുലോചന സുരേഷ്, KS രാജു, ചാർലി കോശി, അനൂപ് പൂവത്തോലി, PU അൻസാരി, ഷാജി അർത്തിൽ, സിജു കൈതമറ്റം, രാജീവ് അലക്സാണ്ടർ, S. അനൂപ്, CA നിയാസ്, ഷമീർ V. മുഹമ്മദ്, സതീഷ് ജോർജ്, ശ്യാംരാജ് RL, TS റഷീദ്, KA ദേവസ്യ, J. ജോൺ, വിൻസി ഉമ്മൻ തുടങ്ങിയവർ പ്രസംഗിക്കും. ഫെസ്റ്റ് ന്യൂസ് മുണ്ടക്കയം.